ത്രികോണപ്പോര് നടക്കുന്ന തൃപ്പൂണിത്തുറ നഗരസഭയിൽ കച്ചമുറുക്കി മുന്നണികൾ രംഗത്ത്. മൂന്നാം തവണയും ഭരണം നിലനിർത്താനാണ് LDF ശ്രമം. ഭരണം പിടിക്കാൻ BJPയും UDFും പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. രാജവാഴ്ചയുടെ അടയാളമുള്ള തൃപ്പൂണിത്തുറ നഗരസഭയിൽ ശക്തമായ ജനാധിപത്യ പോരാട്ടമാണ് ഇത്തവണ നടക്കുക. ഹാട്രിക് ഭരണം ലക്ഷ്യമിട്ടാണ് LDFന്റെ പ്രവർത്തനം. ഭരണപക്ഷത്തേക്ക് എത്താനാണ് BJPയുടെ ശ്രമം. തിരിച്ചുവരവിനൊരുങ്ങുകയാണ് UDF. 49 വാർഡുള്ള തൃപ്പൂണിത്തുറ നഗരസഭയിൽ 23 LDF, 17 NDA, 8 കോൺഗ്രസ്, 1 സ്വതന്ത്രൻ എന്നിങ്ങനെയാണ് കക്ഷിനില. എന്നാൽ ഇത്തവണ 4 പുതിയ ഡിവിഷനുകൾ അധികമായുണ്ട്. തൃപ്പൂണിത്തുറ നഗരസഭ ആര് ഭരിക്കുമെന്ന് പുതിയ ഡിവിഷനുകൾ തീരുമാനിക്കും. ഭരണം നിലനിർത്തുമെന്ന് LDF. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിനേക്കാൾ മികച്ച സീറ്റുകളോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വരും. കഴിഞ്ഞ തവണ തലനാരിഴക്ക് നഷ്ടപ്പെട്ട ഭരണം ഇത്തവണ ഉറപ്പിക്കാനാണ് NDA നീക്കം. 3 തവണ അവിശ്വാസം കൊണ്ടെന്നെങ്കിലും പരാജയപ്പെട്ടു. നഗരസഭാ പരിധിയിൽ നടന്ന 2 ഉപതെരഞ്ഞെടുപ്പുകളിൽ CPIMന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത ആത്മവിശ്വാസത്തിലാണ് BJP. അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും മാത്രം കൈമുതലാക്കിയിട്ടുള്ള ഒരു മുനിസിപ്പാലിറ്റി, ഒരു തരത്തിലുള്ള ഒരു വികസനം പോലും ഈ തൃപ്പൂണിത്തുറ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ കെട്ടിപ്പൊക്കിയ അഴിമതികളുടെ ചീട്ടുകൊട്ടാരം അവിടെ 3 മാളുകളായിട്ടുണ്ട്. തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ മേൽക്കൈയുള്ള UDF നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ചിത്രത്തിലേയില്ല. തിരിച്ചുവരാനുള്ള തയ്യാറെടുപ്പിലാണ്. സീറ്റ് വിഭജനമടക്കം കീറാമുട്ടിയാകുമോ എന്ന ആശങ്കയുണ്ട്. LDF സർക്കാരിൻ്റെയും അതുപോലെ BJP മുന്നണിയുടെയെല്ലാം അവർക്കൊക്കെ എതിരായി UDF നല്ല രീതിയിൽ തന്നെ ഒരു വിജയം ഇവിടെ കാഴ്ചവെക്കും. രാജനഗരിയിലെ ജനാധിപത്യപ്പോരിൽ ആര് വീഴും ആര് വാഴുമെന്ന് കാത്തിരുന്നു കാണാം. 24 കൊച്ചി.